ഇവിടെ ശ്രീ കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് അനിൽകുമാർ, CPIM സംസ്ഥാന സമിതി അംഗം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഇത് പറയുമ്പോഴും സമരം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ മുന്നണി നിൽക്കുന്നു, CPIM ആ മുന്നണിയെ നയിക്കുന്നു. അവിടേക്ക് യഥാർത്ഥത്തിൽ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് സമരം അവസാനിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി ആ സർക്കാർ തന്നെയാണ് രംഗത്ത് വന്നത്. അതിനുവേണ്ടി ആഭ്യന്തരമന്ത്രി തന്നെ രംഗത്തിറങ്ങുന്നു. അതിനുവേണ്ടി പ്രതിപക്ഷം മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറാകുന്നു. തിരുവഞ്ചൂർ പറഞ്ഞതായി ജോൺ ബ്രിട്ടാസ് പറഞ്ഞു, ഞാനത് നേരിട്ട് കേട്ടില്ല, ഞാൻ വാർത്തക്കിടയിൽ കേട്ടില്ല. അതായത് ഈ തീരുമാനം ഇതിനു മുൻപ് തന്നെ സ്വീകരിച്ചിരുന്നല്ലോ എന്ന മട്ടിൽ പറയുകയുണ്ട്, ഏതാണ് ജുഡീഷ്യൽ അന്വേഷണം. പക്ഷേ ഇന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓഗസ്റ്റ് 13-ന് ഈ തീരുമാനം വന്നതിന് ശേഷം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ നടപടികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീരുമാനമായത് നടപടികളുടെ പ്രഖ്യാപനം, അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം ചേർന്ന ക്യാബിനറ്റിലാണ് ആ തീരുമാനമെടുത്തത് പ്രഖ്യാപനത്തിന് ശേഷം. അപ്പോൾ പൂർണ്ണമായും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങി ആ സമരം അവസാനിപ്പിക്കാൻ നിർബന്ധിതമായൊരു നിലയിലെത്തപ്പെട്ടത് സംസ്ഥാന സർക്കാർ തന്നെയായിരുന്നില്ല, അക്കാലത്തെ സർക്കാർ തന്നെയായിരുന്നില്ല. ഇപ്പോഴത്തെ ഈ പുതിയ വിവാദങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെ പരിശോധിച്ചാൽ ശ്രീ അനിൽകുമാർ, പിടിക്കപ്പെട്ടപ്പോൾ ആ സന്ദർഭത്തിൽ ഒളിഞ്ഞു മാറാൻ വേണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അന്വേഷണമാകാം, എല്ലാം സുതാര്യമാണ് എന്നൊരു നിലപാട് സ്വീകരിച്ചതുള്ളത് സത്യമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഏതുതരം അന്വേഷണമാണ് മുന്നോട്ട് വെച്ചിരുന്നത്? അതിന് എന്ത് വസ്തുതയാണ് തിരുവനന്തപുരം നമ്മുടെ മുന്നിൽ വെക്കാറുള്ളത്? യാതൊരു രേഖയുമില്ല. അന്വേഷിക്കാൻ തയ്യാറാണ് എന്നൊക്കെ വീമ്പ് പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ എന്ത് അന്വേഷണം? ആ അന്വേഷണം കാമ്പാന്തരത്തിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരിലേക്ക് ചെല്ലുമോ? മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടും സർക്കാരുമായി ബന്ധപ്പെട്ടുമുള്ള മുഴുവൻ വിവരങ്ങളിലേക്കും അന്വേഷണം എത്തുമോ? ഇത് ഉറപ്പുവരുത്തുകയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ആവശ്യങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്വം. നമ്മുടെ ഒരു സമരം നടത്തുമ്പോൾ മുദ്രാവാക്യങ്ങൾ, രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും പ്രായോഗിക മുദ്രാവാക്യങ്ങളും ഉൾപ്പെടെയാണ് ഇത് മുന്നോട്ട് വെക്കുക. ആ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രക്ഷോഭണം നടത്തുക എന്നുള്ളതാണ് പൊതുരീതി. പുന്നപ്ര സമരകാലത്ത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ മുദ്രാവാക്യം വിളിച്ചത്? പുന്നപ്ര അന്നത്തെ മുദ്രാവാക്യത്തിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നിന്നാണ്. ബാക്കി കുറേയേറെ സാമ്പത്തിക ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. സാമ്പത്തിക ആവശ്യങ്ങൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ, അല്ല, അറബിക്കടലിൽ ഞങ്ങൾ താഴ്ത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്വതന്ത്ര വാദത്തെയാണ്. അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബാക്കിയെല്ലാം നേടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതായിരുന്നു പുന്നപ്ര സമരസേനാനികളുടെ നിലപാട്. ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് വിമോചന സമരം നടത്തിയ ഒരു അനുഭവം കേരളത്തിലുള്ളപ്പോൾ വിമോചന സമരത്തിന് മാതൃകയിൽ മറ്റു വിമോചന സമരം ഇടതുപക്ഷ ശൈലിയല്ല. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളത് രാഷ്ട്രീയമായ ശരിയായ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം എടുത്ത് പ്രക്ഷോഭണം നടത്തിയില്ലായിരുന്നെങ്കിൽ ഇത്രയെങ്കിലും ഉമ്മൻചാണ്ടി അനുവദിക്കുമായിരുന്നു. ഉമ്മൻചാണ്ടി അത്രയെങ്കിലും ആ രംഗത്ത് തുറന്നു കെട്ടാൻ കഴിയുമായിരുന്നു. അപ്പോഴാണ് ഗതിമുട്ടി തിരുവനന്തപുരം ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ ജോൺ ബ്രിട്ടാസിനെ ബന്ധപ്പെടുന്നത്. ചെറിയാൻ ഫിലിപ്പ് അന്ന് ഇടതുപക്ഷത്താണ്, കൈരളിയിലാണ്, കോൺഗ്രസിലല്ല. ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണില് തിരുവനന്തപുരം വിളിച്ചോ ഇല്ലയോ എന്ന് ഇനിയും വ്യക്തമാക്കണം. അങ്ങനെ വ്യക്തമാക്കുമ്പോൾ യാഥാർത്ഥ്യം പുറത്തു വരും. അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇന്ന് തിരുവനന്തപുരം പറഞ്ഞ കളവാണ്, ജോൺ മുണ്ടക്കയം പറഞ്ഞ കളവാണ്. ശ്രീ അനിൽകുമാർ, എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ മുണ്ടക്കയം എഴുതിയ ലേഖനം വായിക്കുമ്പോൾ തോന്നുക സമരം നടത്തിയ ഇടതുമുന്നണി ഗതിമുട്ടി എങ്ങനെയെങ്കിലും ഈ സമരം അവസാനിപ്പിക്കണം എന്ന നിലയിൽ അങ്ങോട്ട് വിളിച്ച് മുണ്ടക്കയത്തിന് ആ നേതൃത്വത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് എങ്ങനെയും ഇത് അവസാനിപ്പിക്കാനുള്ളൊരു പരിശ്രമം, വെപ്രാളം CPIM കാട്ടി എന്ന നിലയിലാണ് അതിൻ്റെ ഒരു പൊതുവാഖ്യാനം പോകുന്നത്. ഇന്ന് ബ്രിട്ടാസ് വാർത്താ സമ്മേളനം നടത്തി അന്ന് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞതോടെ ഈ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വിവാദത്തിന് സംഭവിക്കുന്ന ഒരവസ്ഥ എന്താണ്? ഈ വിവാദത്തിന് പല ലക്ഷ്യങ്ങളുമുണ്ട്. ഒന്ന്, കോൺഗ്രസിന്റെ A ഗ്രൂപ്പ് അനാഥമായിരിക്കുന്നു. തിരുവനന്തപുരം ആ സോളാർ വിഷയം തൊട്ട് A ഗ്രൂപ്പിൽ നിന്ന് അകന്നു മാറി സഞ്ചരിക്കുന്ന, മറ്റൊരു ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിന് പുതിയ ചില അജണ്ടകളുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായി രൂപപ്പെടുത്തുന്ന ഏതൊരു കാര്യത്തിനും ഇടതുപക്ഷത്തെ കെണിയിൽപ്പെടുത്തുക, ഇടതുപക്ഷത്തെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിൽ വ്യാജമായ കാര്യം വ്യാജമാണ് എന്ന് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ഇപ്പൊ സഞ്ചരിച്ചിരിക്കുന്നത്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ ബ്രിട്ടാസ് സംസാരിച്ചതോടുകൂടി
ഈ അദ്ദേഹം പറഞ്ഞത് മുണ്ടക്കയം പാതി മാത്രമാണ് ശരി പറഞ്ഞിട്ടുള്ളത്, ബാക്കിയൊക്കെ ഭാവനയാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഈ കാലത്ത് ആകെ ഭാവനയിൽ കാര്യങ്ങൾ മെനയുന്നൊരു കാലത്ത് ജീവിക്കുന്നത് കൊണ്ടാകണം വിരമിച്ച ശേഷം ആ പുസ്തകത്തിന് ഒരു വിൽപ്പന കിട്ടാൻ വേണ്ടി ഒരു ഭാവന. പക്ഷേ അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, ഇത്ര സ്തോഭജനകമായ കാര്യങ്ങൾ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന മലയാള മനോരമയിലൂടെ ഇത് പറയാതിരുന്നത്? സ്വാഭാവികമായും CPIM-നെയും ഇടതുമുന്നണിയെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കാൻ കഴിയുമായിരുന്നു. ആ നിലയിൽ അത് വളരെ എക്സ്ക്ലൂസീവാക്കാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? അപ്പോൾ തന്നെ അതിലൊരു പ്രശ്നമുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ അവതരണത്തിൽ, മുണ്ടക്കയത്തിൻ്റെ അവതരണത്തിൻ്റെ ന്യൂനത അതിലൂടെ തന്നെ ബ്രിട്ടാസ് തുറന്നു കാട്ടി. രണ്ടാമത്തെ കാര്യം, മുണ്ടക്കയത്തെ അദ്ദേഹം വിളിച്ചിട്ടേയില്ല. യഥാർത്ഥത്തിൽ തിരുവഞ്ചൂരോ മറ്റോ പറഞ്ഞ് മുണ്ടക്കയം അറിഞ്ഞതാകാനാണ് സാധ്യത എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ. മാത്രമല്ല, ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലൂടെ തിരുവഞ്ചൂരിൻ്റെ കോൾ ആദ്യം വരുന്നു, തുടർച്ചയായി തിരുവഞ്ചൂർ വിളിക്കുന്നു, അതിനുശേഷം തിരുവഞ്ചൂരിനെ ചെറിയാൻ ഫിലിപ്പുമൊത്ത് കാണുന്നു. അതെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്, CPIM പ്രവർത്തകൻ എന്ന നിലയിൽ CPIM നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരണം നിങ്ങൾക്ക് അവർ പറയുന്നത് കേൾക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ CPIM-ൻ്റെയും ഇടതുമുന്നണിയുടെയും നിലപാടിതാണ്. ഈ രൂപത്തിൽ അന്വേഷണം, വ്യക്തമായ അന്വേഷണം, അത് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ ഈ സമരം നിർത്താൻ കഴിയൂ എന്ന തരത്തിൽ CPIM-ൻ്റെ നിലപാട് അറിയിക്കുന്നു. ആ നിലപാടിനെ തുടർന്ന് തിരുവഞ്ചൂർ ബുദ്ധിമുട്ടിലാവുന്നു. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് ആ കേസ് കൈകാര്യം ചെയ്തത് കോൺഗ്രസിനകത്ത് പോലും പല സംശയങ്ങൾക്കും ഇടം നൽകിയിരുന്നു. മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് എന്തിനീ തിടുക്കത്തിൽ പലതും ചെയ്തു എന്ന ആക്ഷേപം തിരുവഞ്ചൂർ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ കേട്ടത് അനിൽകുമാറിന് ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും അന്വേഷണത്തിൽ പെടണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിക്ക് ഉമ്മൻചാണ്ടിയോട് പറയാൻ കഴിയാത്തൊരു വൈമനസ്യവും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് നേരിട്ട് അവതരിപ്പിക്കണമെന്നൊരാവശ്യം വരുന്നു. തിരുവഞ്ചൂരുമായി മുഖ്യമന്ത്രിയെ ബ്രിട്ടാസ് കാണുന്നു. അവിടെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യമുണ്ടായി. ഇതിങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ച് വെക്കുമ്പോൾ മുണ്ടക്കയത്തിൻ്റെ ഈ പാതി മാത്രം ശരിയായ കഥയ്ക്ക് ഒരു ലൈഫും ഇല്ലാതായി പോയോ? അല്ല, ഇവിടെ സംഭവിക്കേണ്ട കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ഒരു സമരരംഗത്താണ്. സമരം ആരംഭിക്കുമ്പോൾ തന്നെ ഏത് നിലയിലേക്കാണ് ആ സമരം കൊണ്ടുപോകേണ്ടതെന്ന് സമരം തീരുമാനിക്കുന്നവർക്ക് കൈകാര്യം ചെയ്യാനുള്ള വിവേകവും കരുത്തും ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായി എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് നേടിയെടുക്കാൻ സാധിക്കുക എന്ന് വിവേകത്തോടെ ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണല്ലോ LDF-നുള്ളത്. പക്ഷേ അപ്പോൾ ഉണ്ടാകാവുന്ന ഒരു സംശയമുണ്ട് അനിൽകുമാർ. അതിലെ ഒന്നാമത്തെ ഡിമാൻഡ് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതായിരുന്നു. മാധ്യമപ്രവർത്തകരും ബ്രിട്ടാസിനോട് ആവർത്തിച്ച് ചോദിക്കുന്നത് കേട്ടു. അതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുമില്ല, ആ രാഷ്ട്രീയ ആവശ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ആവശ്യം നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അത് വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം എങ്ങനെയാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനങ്ങളുടെ ഇപ്പോൾ വീണ്ടും ചർച്ചയായ ഒരു ഘട്ടത്തിൽ അനിൽകുമാർ പറയുക അതേക്കുറിച്ച്? അല്ല, ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രി രാജിവെച്ചാൽ ആ കസേരയിലേക്ക് LDF-ന്റെ ആളുകളല്ലോ കയറിയിരിക്കുന്നത്. അങ്ങനെ കയറിയിരിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ആ കസേര താല്പര്യമുള്ളപ്പോൾ ഈ സമരത്തിനകത്ത് അവർക്ക് ഒരു താല്പര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളെ മുന്നണിയെ ശിഥിലീകരിക്കുന്നതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആ മുന്നണിയെ ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്തു പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ പങ്ക് വെളിവായിട്ടുണ്ട്. അത് നിയമപരമായി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ കാഴ്ചപ്പാടോടുകൂടി മുഖ്യമന്ത്രിക്ക് കൂടി പങ്കാളിത്തം പുറത്തു വരുന്ന ശരിയായ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ രാജിയെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭണം നടത്തുകയും മുഖ്യമന്ത്രിയുടെ രാജി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പിന്നീട് അതുപോലെ തുടരാൻ കഴിയാത്തൊരു തരത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ തുറന്നു കാട്ടുന്ന തരത്തിലേക്ക് ഒരു കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന സ്ഥിതിക്ക് ഇടപെടുക എന്ന തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ആദ്യാവസാനം കൈകാര്യം ചെയ്തൊരു കാര്യമാണത്. അതിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലുള്ള ആ വളയൽ പ്രക്ഷോഭണം എന്ന് പറയുന്നത് അതിൽ നിർണായകമായൊരു വഴിത്തിരിവായി. അത് വലതുപക്ഷത്തിന് കടുത്ത ബാധ്യതയുണ്ടാക്കി. ആ ബാധ്യത ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിന് തുറന്നു കാട്ടപ്പെടുന്ന വിധത്തിലുള്ള സോളാർ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ ലഭ്യമായിട്ടുള്ളത്. അതെല്ലാം മറച്ചു വെച്ചിട്ട് ഉമ്മൻചാണ്ടി എന്തോ തെറ്റ് ചെയ്തിട്ടില്ല. മറ്റൊരു ഭാഗമാണ് ഉമ്മൻചാണ്ടിക്കെതിരായ വേറൊരു ആക്ഷേപണം. അത് ലൈംഗികമായ ദുരുപയോഗിച്ചു എന്നുള്ളൊരു ആക്ഷേപണമാണ്. ആ ആക്ഷേപത്തിൽ CBIയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് വന്നു എന്നുള്ളതുകൊണ്ട് ഈ ഭാഗം ഇല്ലാതാകുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് ദുരുപയോഗിക്കപ്പെട്ടോ, മല്ലേലി ശ്രീധരൻ നായർ തെറ്റായ വഴിക്ക് നയിക്കപ്പെട്ടതിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി കൂടി ഉപദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പണം നഷ്ടപ്പെട്ട മനുഷ്യനല്ലേ? ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ ജീവനക്കാരുടെ തെറ്റായ ഇടപെടൽ എന്ന് പറയുന്ന ഭാഗമായിട്ടല്ലേ ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ അറസ്റ്റ് ചെയ്തത്, ജോപ്പനെ അറസ്റ്റ് ചെയ്തത്? ഇതൊക്കെ സമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത്, അന്നത്തെ ആഭ്യന്തരകാര്യമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ചങ്ങനാശ്ശേരിയിലെ ഒരു സിനിമാ പ്രവർത്തകരുടെ വീട്ടിൽ ചെന്നു എന്ന് സന്ദർശനം നടത്തിയെന്ന ഒരു ആക്ഷേപം അവിടെ ഉന്നയിച്ചത് ഇന്നത്തെ BJPയുടെ പ്രസിഡന്റാണ്. അപ്പോൾ മറുഭാഗത്ത് എന്താ ഉണ്ടാകുന്നത്? UDF-ലെ ഒരുപറ്റ നേതാക്കന്മാരുടെ ഫോൺ വിളി രജിസ്റ്റർ പോലീസ് പുറത്തുവിടുകയാണ്. പിന്നീട് ആ ഫോൺ വിളിയുടെ രേഖകൾ ശേഖരിച്ചിട്ടുള്ള ഫയൽ കാണാതാവുകയാണ്, അതിന്റെ CD കാണാതാവുകയാണ് DGP ആസ്ഥാനത്ത് നിന്ന്. ഇതൊക്കെ കേരളം മറന്നുപോയോ?
ആരാത് പുറത്തുവിട്ടത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ പുറത്തുവിട്ടത്? ഇപ്പൊ ചില ആളുകൾ ചിലരെ വിശുദ്ധരാക്കാൻ വേണ്ടി അല്ല, ഇതൊന്നും നടന്നിട്ടേ ഇല്ല, ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടേ ഇല്ല, അവരുടെ കോൾ രജിസ്റ്ററിൽ ഈ പറയുന്ന UDF നേതാക്കന്മാർ ഉണ്ടായിട്ടേ ഇല്ല എന്നാണോ പറയുന്നത്? അപ്പൊ ഇത് വന്ന സാഹചര്യത്തിൽ അതിനെ രാഷ്ട്രീയമായി തുറന്നു കാട്ടുക എന്ന രാഷ്ട്രീയ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യത്തിന് ശരിയായി നിർവഹിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് 8 കൊല്ലവും പ്രതിപക്ഷത്തവരിയ്ക്കുന്നത്. യെസ്. അങ്ങനെ ഇരിക്കുന്നവർക്ക് വീണ്ടും കടന്നു വരാൻ അവസരം തേടുന്നതിന്റെ ഭാഗമായി എന്തെങ്കിലും ദുരുപയോഗിക്കാൻ വേണ്ടി എന്തെങ്കിലും ആരെങ്കിലും എഴുതുന്നതുകൊണ്ടൊന്നും ചരിത്രമല്ലാതാകുന്നില്ല, വസ്തുത അല്ലാതാകുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പച്ചക്കള്ളമാണ്.